ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? നമുക്കിവിടെ സുഖം തന്നെ. ഇന്നിപ്പം ഞാനൊരു ഷോപ്പിംഗ് വീഡിയോ ആയിട്ടാട്ടോ വന്നിട്ടുള്ള കുറഞ്ഞ പൈസക്ക് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം കിട്ടുന്ന ഒരു ഷോപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ള കുറച്ച് സാധനങ്ങളും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് തന്നെ ഒന്ന് കണ്ടോക്കി. ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടെ നിങ്ങളെ കമൻസും കൂടെ അറിയിക്കുക. പുതിയ വ്യൂവേഴ്സ് ഈ ഒരു ചാനലും വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കഴിഞ്ഞ വീഡിയോ ഞാൻ സ്റ്റോപ്പ് ചെയ്തില്ലേ, അതിൻ്റെ ശേഷം നമ്മൾ വന്നത് ഈ ഒരു ഷോപ്പിലേക്കാട്ടോ. ഇതിപ്പോൾ മുസഫയിലുള്ള വേമാട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പാണ്. നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്, അതായത് കുറഞ്ഞ പൈസക്ക് നമുക്ക് ഇഷ്ടമുള്ള എല്ലാ സാധനങ്ങളും ഈ ഒരു ഷോപ്പിൽ നിന്ന് കിട്ടും കേട്ടോ. 1 ദിർഹത്തിനും 2 ദിർഹത്തിനുള്ള സാധനങ്ങൾ വരെ ഈ ഒരു ഷോപ്പിലുണ്ട്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വാങ്ങാൻ പറ്റിയ ഷോപ്പായതുകൊണ്ട് തന്നെ ഇവിടെ നല്ല തിരക്കിരിക്കും കേട്ടോ. എപ്പോഴും രാവിലെയൊക്കെ വന്നാൽ പിന്നെ നമുക്ക് ആൾക്കാരൊന്നും ഇല്ലാതെ അങ്ങനെ നന്നായിട്ട് നോക്കിയെടുക്കാം. പക്ഷേ നമുക്ക് എപ്പോഴും ഉച്ചൻ്റെ ശേഷം അല്ലെങ്കിൽ ഈവനിങ് സമയത്തൊക്കെ ആണല്ലോ ഫ്രീ ടൈം കിട്ടുക. അപ്പം ആ ഒരു സമയത്ത് വന്നുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു ഷോപ്പിൽ. ഇതിപ്പം കാണിക്കുന്നത് കിച്ചൺ ആക്സസറീസിൻ്റെ ആ ഒരു ഭാഗമാട്ടോ. ഇതന്നെ ഒരുപാട് ഭാഗത്ത് അങ്ങനെ കവർ ചെയ്യാനുണ്ട്. നമുക്ക് സ്റ്റോറേജ് ബോക്സ്, അതേപോലെ ഫ്രിഡ്ജിൽ വെക്കാനുള്ള കണ്ടെയ്നേഴ്സ്, പിന്നെ സ്പൂണ്, പാത്രങ്ങൾ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ കിച്ചണിലേക്ക് ആവശ്യമുള്ളത് തന്നെ നല്ല കുറഞ്ഞ പൈസയിൽ ഇവിടെ കിട്ടും. പിന്നെ കിച്ചൺ ആക്സസറീസ് ഒന്നും ഞാൻ അധികം വാങ്ങിച്ചിട്ടില്ല. നമ്മളെ കയ്യിൽ ആവശ്യത്തിനുള്ളതൊക്കെ ഉണ്ടല്ലോ, പിന്നെയും വാങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട് അതൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല. വാങ്ങാനായിട്ട് വന്നതല്ലെങ്കിലും ഇതൊക്കെ ഇങ്ങനെ കണ്ട് നടക്കാൻ എനിക്കിഷ്ടം കേട്ടോ. പുതിയ പുതിയ കാര്യങ്ങൾ, പുതിയ പുതിയ ഐറ്റംസ് അതൊന്നും വാങ്ങിയിട്ടില്ലെങ്കിലും ഇങ്ങനെ കണ്ടുകൊണ്ട് നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇതാ ടോയ്സിൻ്റെ ഒരു വലിയ സെക്ഷൻ ഉണ്ട് കേട്ടോ. കുട്ടികൾക്ക് ടോയ്സ് വാങ്ങിക്കൊടുക്കാൻ അതും ബെസ്റ്റ് ഓപ്ഷനാണ് ഈ ഒരു ഷോപ്പ്. 5 ദിർഹത്തിനും 7 ദിർഹത്തിനും 10 ദിർഹത്തിനൊക്കെ നല്ല ടോയ്സ്, അതായത് മക്കൾക്ക് വാങ്ങിക്കൊടുത്താൽ അവർക്ക് ഇഷ്ടമാവും ചെയ്യും, അവർക്ക് കളിക്കാനും പറ്റും. അങ്ങനത്തെ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. പിന്നെ ഇതാ നമുക്ക് മക്കൾക്ക് സ്കൂളിലേക്കുള്ള ആക്ടിവിറ്റീസിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, സ്റ്റേഷനറി ഐറ്റംസൊക്കെ അതും ഉണ്ട് കേട്ടോ ഇവിടെ. ഇതിപ്പോൾ ദാ സ്റ്റിക്കേഴ്സ്, അതേപോലെ ബുക്സ്, ക്രയോൺസ്, മാർക്കേഴ്സ്, കളർ പെൻസിൽസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നല്ല കുറഞ്ഞ പൈസക്കാട്ടോ ഇവിടെ കിട്ടുക. ഇങ്ങനെയുള്ള സ്റ്റേഷനറി ഐറ്റംസ് പൈസ കുറവാണെങ്കിലും ക്വാളിറ്റിക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ട് ഇതിന് മുന്നേ. നല്ല സാധനങ്ങൾ തന്നെയാണ്, പൈസ കുറഞ്ഞാലും ക്വാളിറ്റി ഐറ്റംസ് തന്നെയാണ് കിട്ടുന്നത്. പിന്നെ ഇങ്ങനത്തെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ബുക്സ് ഉണ്ടല്ലോ, നല്ല കവർ പേജൊക്കെ ആയിട്ടുള്ളത്, അത് മെഹറൂന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്കും ഇഷ്ടമാണ്. അതിങ്ങനെ വാങ്ങാനും എടുത്ത് വെക്കാനും കാര്യമായിട്ട് എഴുതാനും ഒന്നും അല്ലെങ്കിലും അങ്ങനെ ഒരു ബുക്ക് വാങ്ങിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പം മെഹറ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ചെറിയാക്കും അതേപോലെ തന്നെ ബുക്ക് വേണ്ടി വരും. ഇതിനിപ്പോൾ എത്ര 6 ദിർഹമോ അങ്ങനെ എന്തേ ഉള്ളൂ. അപ്പോൾ രണ്ടാക്കും ഇതാ യൂണിക്കോണിൻ്റെ ആ ഒരു കവർ പേജൊക്കെ വെച്ചിട്ടുള്ള ബുക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവരിതാ ഈ ഒരു ബുക്കാട്ടോ സെലക്ട് ചെയ്ത്. ഇതിനിപ്പം ലോക്കും കീയും എല്ലാം ഉണ്ട്. ഞാൻ കാണിക്കാം കുറച്ച് കഴിഞ്ഞിട്ട്. കുറേ ബെഡ്ഷീറ്റിൻ്റെ കളക്ഷൻ ഉണ്ട് കേട്ടോ. ബെഡ്ഷീറ്റ് ഞാൻ ഇതുവരെ ഇവിടുന്ന് വാങ്ങിച്ചിട്ടില്ലേനും, ഇപ്പം ഇന്ന് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഫിറ്റഡ് ഷീറ്റും അല്ലാത്തതും എല്ലാം ഉണ്ട്. നമുക്ക് സൈസ് കൂടുതലുള്ള, അതായത് വലിയ ബെഡ്ഷീറ്റ് വേണമെങ്കിൽ അങ്ങനെ, സിംഗിൾ ബെഡ് ആണെങ്കിൽ അങ്ങനെ എല്ലാ സൈസിലുള്ളതും കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ മക്കൾക്കുള്ള ഹെയർ ആക്സസറീസ് അത് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. വെറൈറ്റി കളക്ഷൻസ് തന്നെയാണ്. റിബും ടിക്സും ഹെയർ ബാൻഡും ഹെയർ ബോയും എല്ലാം ഉണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ ടിക്സൊക്കെ ആണെങ്കിൽ നമ്മൾ ആ ഒരു വലിയ പാക്കറ്റ് ഒന്നായിട്ട് വാങ്ങിക്കേണ്ടി വരും. നമുക്കിപ്പോൾ 2 ആവശ്യമുള്ളെങ്കിൽ ആ ഫുൾ പാക്കറ്റ് വാങ്ങേണ്ടി വരും. നാട്ടിലൊക്കെ പോകുന്ന സമയത്താണെങ്കിൽ ഇങ്ങനെ വാങ്ങിച്ച് നമുക്ക് കൊടുക്കാനൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പം നല്ലതാണ്. പിന്നെ ഇതാ ഞാൻ ഇവിടുന്ന് ഇവർക്ക് എപ്പോഴും വാങ്ങുന്നതാട്ടോ ഇങ്ങനെയുള്ള നൈറ്റ് വെയേഴ്സ്. കുറേ വാങ്ങിയിട്ടുണ്ടേനും മെഹറക്ക്, ചെറിയാൾക്ക് വാങ്ങിയിട്ടില്ല. കുറേ ആയിട്ട് ഇപ്പോൾ അവൾ യൂസ് ചെയ്യുന്നുണ്ട്, ഒന്നും മോശമായിട്ടൊന്നുമില്ല. ഇന്നിപ്പം കുറേ വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇതുവരെ കാണാത്ത ടൈപ്പിലുള്ളതൊക്കെ, ഈ ഒരു വെൽവെറ്റിൻ്റെ ക്ലോത്ത് വരുന്നതും അങ്ങനെയുള്ള വെറൈറ്റി ആയിട്ട് തോന്നി ഇന്നത്തതൊക്കെ. അപ്പം ഞാൻ നൈറ്റ് വെയർ വാങ്ങിയിട്ടുണ്ട് ഇവർക്ക്, അതും ഞാൻ കാണിച്ചു തരാം.
ഇത് പിന്നെ അബായാണ് കേട്ടോ. ചെറിയ കുട്ടികളില്ലേ, മെഹ്റൂൻ്റെ ഒക്കെ ഏജിലുള്ള കുട്ടികൾക്ക് പറ്റിയിട്ടുള്ള അബായൻ്റെ കളക്ഷനാണ്. അതും കുറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. പക്ഷെ ഞാൻ എടുത്തിട്ടില്ല, മെഹ്റൂൻ ഓൾറെഡി ഉണ്ട് ഇപ്പോൾ മദ്രസയിൽ പോകുമ്പോൾ ഇടാനൊക്കെ, അപ്പോൾ പിന്നെ വാങ്ങിച്ചിട്ടില്ല. പിന്നെ ഇതാ ഡെനിമിൻ്റെ ജാക്കറ്റ്, ഇത് നല്ല രസമുണ്ട് കേട്ടോ. ഈ ഒരു ജാക്കറ്റും പാൻറ്റും ഒക്കെ നമുക്ക് ഡിഫറെൻറ്റ് ടീഷർട്ടിൻ്റെ കൂടെ പെയർ ചെയ്യാനും സ്ലീവ്ലെസ് ആയിട്ടുള്ള ഡ്രസ്സിൻ്റെ കൂടെ പെയർ ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള ഡെനിമിൻ്റെ ജാക്കറ്റ് ഉണ്ടേനും. പിന്നെ ഇതാ ഫ്രോക്ക്, കുട്ടികൾക്കുള്ള ഫ്രോക്ക് ഉണ്ട്, ചെറിയ ആൾക്കും വലിയ ആൾക്കാർക്കും ഒക്കെ പറ്റുന്ന ടൈപ്പിലുള്ളതുണ്ട്. ഇതൊക്കെ വിൻ്റർ കളക്ഷൻ ആട്ടോ. അത്യാവശ്യം കട്ടിയുള്ള ആ ഒരു ടൈപ്പിലുള്ള ക്ലോത്ത് ഉണ്ടല്ലോ, അങ്ങനത്തെ ഡ്രസ്സാണ്. ഇനി ഇതാ ഈ ഒരു ഏരിയ കാണിക്കാം കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ കൺഫ്യൂസ്ഡ് ആയിപ്പോവും, ഏതാ വാങ്ങിക്കുക, എങ്ങനത്തെയാണ് നല്ലത് എന്നൊക്കെ വിചാരിച്ചിട്ട്. കുട്ടികളെ കളക്ഷൻ ആട്ടോ ഇത്. ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. സ്പോർട്സ് ടൈപ്പ് ഷൂസ് ഉണ്ട്, അല്ലാതെ ഇങ്ങനെയുള്ള ഉണ്ടല്ലോ ഫ്ലോറൽ വർക്കൊക്കെ വന്നിട്ടുള്ള ഷൂസില്ലേ, ഫ്ലാറ്റ് ടൈപ്പ്, ഹീൽസ് ഒന്നും ഇല്ലാത്ത. അപ്പം നമുക്ക് കുട്ടികൾക്ക് ഈ ഫ്രോക്കിൻ്റെ കൂടെയൊക്കെ ഇടാൻ നല്ല രസമായിരിക്കും. നല്ല വൈറ്റ് കളറിലും പിങ്ക് കളറിലും ലൈറ്റ് ഓറഞ്ച് കളർ, അങ്ങനത്തെ ഒക്കെ കളേഴ്സിൽ വരുന്നതാണ്. ഇതിപ്പം 10 ദിർഹത്തിനും 20 ദിർഹത്തിനും അങ്ങനെയൊക്കെ ആട്ടോ ഈ ഒരു ഷൂസിൻ്റെയൊക്കെ പ്രൈസ് വരുന്നത്. ഞാൻ ഇവിടുന്ന് ഇതിന് മുന്നേ മക്കൾക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അവർ കുറേ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് പെട്ടെന്ന് മോശമാവുന്ന ടൈപ്പൊന്നും അല്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ചധിക സമയം നിൽക്കുന്ന ഒരു ഏരിയ ആട്ടോ ഇത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഏതെടുക്കണമെന്ന് കൺഫ്യൂഷനായി പോവും. ഇപ്പം പിന്നെ ഇവർക്കൊക്കെ ഇവരുടെ ഇഷ്ടങ്ങളുണ്ട്. ഒരു പറയും ഈ കളർ മതി, അല്ലെങ്കിൽ ആ ഡിസൈന് മതി. അപ്പോൾ പിന്നെ അങ്ങനെ നോക്കിയിട്ടാണ് എടുക്കൽ. ഇത് പിന്നെ നമ്മൾ വലിയ ആൾക്കാരെ സെക്ഷനാട്ടോ. ഇവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ 10 ദിർഹത്തിനും 15 ദിർഹത്തിനും 20 ദിർഹത്തിനും ഒക്കെ കിട്ടുന്ന ഷൂസും സാധാ ഹീൽസ് ഇല്ലാത്ത ഫ്ലാറ്റ് ചെരുപ്പുകളും പിന്നെ നമുക്ക് വീട്ടിലൊക്കെ ഇടാൻ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അങ്ങനത്തെ സ്ലിപ്പേഴ്സ് പോലത്തെ ഉണ്ടല്ലോ, അതും എല്ലാം ഉണ്ട്. എൻ്റെ ഒരു ഫേവറേറ്റ് സെക്ഷനാട്ടോ ഇത്, ബാഗുകളുടെ സെക്ഷന്. എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാവർക്കും ഈ ഒരു സെക്ഷന് ഇഷ്ടമായിരിക്കും. നല്ല പ്രൈസ് കുറവാട്ടോ ഇവിടെ. 8 ദിർഹത്തിന് വരെ സ്റ്റാർട്ട് ചെയ്യുന്ന ബാഗുകളുണ്ട് ഇവിടെ. ഞാനൊരു ബാഗ് വാങ്ങിച്ചിട്ടുണ്ടേനും, അതും ഞാൻ കാണിച്ചു തരാം. പിന്നെ നമ്മൾ ലേഡീസിന് പറ്റുന്ന എല്ലാ ഔട്ട്ഫിറ്റ് ഉണ്ടല്ലോ, പാൻറ്റുകൾ, ടീഷർട്ട്സ്, അങ്ങനത്തേത്. പാൻറ്റിൻ്റെയും കുറേ കളക്ഷൻ ഉണ്ട്. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ജെഗിൻസും മോം ഫിറ്റ് ജീൻസും അങ്ങനത്തെ ടൈപ്പ് പാൻറ്റുകളും പിന്നെ ഫുൾ ഗൗൺ ടൈപ്പിൽ വരുന്ന ഡ്രസ്സും എല്ലാം ഉണ്ട്. അങ്ങനെ ഇതാ ഇപ്പോൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ബില്ലിങ്ങും കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോവുക. നമ്മൾ ആദ്യം മുസഫയിലാവുന്ന സമയത്ത് ഈ ഒരു ഷോപ്പ് നമുക്ക് അടുത്ത് തന്നെയും, അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കൊക്കെ വരലുണ്ടേനും. ഇപ്പോൾ പിന്നെ സിറ്റിയിലായതുകൊണ്ട് ഇങ്ങോട്ട് എത്തിപ്പെടൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇടയ്ക്ക് എപ്പോഴെങ്കിലും വരുമ്പോൾ ഇങ്ങനെ വേണ്ടതൊക്കെ വാങ്ങിച്ചിട്ട് അങ്ങനെ പോവല. ഈ വെയർമാർട്ടിൻ്റെ ബ്രാഞ്ച് അബുദാബി സിറ്റിയിലും ഉണ്ട് കേട്ടോ, 2-3 ഷോപ്പൊക്കെ. പക്ഷേ ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ ഷോറൂമാണ് ഇത്. ഇനിയിപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങളൊക്കെ കാണിച്ചു തരാം. കുറേ സാധനമൊന്നും ഇല്ല കേട്ടോ, പക്ഷേ കമൻസ് വരലുണ്ട് ഇങ്ങനത്തെ ഒക്കെ കാണിക്കാൻ പറഞ്ഞിട്ട്, അതുകൊണ്ടാണ് ഇപ്പം ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതാ കുട്ടികളെ ഈ ഒരു ബുക്ക്, യൂണിക്കോണിൻ്റെ ഞാൻ പറഞ്ഞില്ലേ കവർ പേജൊക്കെ ഇങ്ങനെ വരുന്നത്, നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ബുക്കാട്ടോ. ഇതിനിതാ ഇതേപോലൊരു ലോക്കും കീയും വരുന്നുണ്ട്. അപ്പം കുട്ടികൾക്ക് ഒന്നുകൂടെ ഇഷ്ടമാവില്ല ഇങ്ങനെ ഡിഫറെൻറ്റ് മോഡലായതുകൊണ്ട്. അപ്പോൾ നമുക്ക് അത് ഓപ്പൺ ആക്കിയിട്ട് പിന്നെ ഉള്ളിൽ സാധാ നോട്ട്ബുക്ക് പോലെ തന്നെ പേജസൊക്കെ ആയിട്ട്. ഈ ഒരു ബാഗാട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുള്ള. ഇതിന് 8 ദിർഹ. പക്ഷേ എനിക്ക് നല്ലോണം ഇഷ്ടമായി. സിമ്പിളായിട്ടുള്ളൊരു ബാഗ്, അത്യാവശ്യം സൈസ് ഉണ്ട് കേട്ടോ, വലുതാണ്. നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇട്ടിട്ട് കൊണ്ടുപോവാം. എനിക്ക് മെയിനായിട്ട് വാട്ടർ ബോട്ടിലൊക്കെ കൊള്ളുന്ന അങ്ങനെ നോക്കിയിട്ടാണ് ഞാൻ എടുക്കൽ. പിന്നെ ഇതാ ഫ്രണ്ടിലൊരു പോക്കറ്റ് ഉണ്ട്, അങ്ങനത്തെ എനിക്കിഷ്ടം. നമുക്ക് മൊബൈലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഫ്രണ്ടിലൊരു പോക്കറ്റ് ഉണ്ടെങ്കിൽ നല്ലതാണല്ലോ. പിന്നെ അതിൻ്റെ കൈയാണെങ്കിൽ അത്യാവശ്യം നീളമുണ്ട്, നമുക്ക് കംഫർട്ടായിട്ട് ഇടാനും പറ്റും. അപ്പം ഈ ഒരു ബാഗ് 8 ദിർഹത്തിൻ്റെ ആട്ടോ. പിന്നെ അമീറയ്ക്ക് ഇതാ ഈ ഒരു ഷൂ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഓളെ ഇഷ്ടത്തിന് തന്നെ എടുത്തതാട്ടോ. നല്ലൊരു കളറല്ലേ. പിന്നെ ഈ ഫ്രോക്കിൻ്റെ കൂടെയൊക്കെ ഇടാൻ നല്ല രസമുണ്ട്. ഈ ഒരു ആ ഒരു ബാൻഡ് വെക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു ഫ്ലവറിൻ്റെ ആ ഒരു വർക്ക് വരുന്നുണ്ട്. പിന്നെ കുറച്ച് ഹീൽസ് ഉള്ള ടൈപ്പാട്ടോ. അപ്പോൾ ഫ്രോക്കിൻ്റെ കൂടെ ഈ സ്റ്റോക്കിങ്സിനൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല രസമുണ്ടാവും. അപ്പം ഇത് ഇഷ്ടമായിട്ടുണ്ട്. ഇതിന് 20 ദിർഹംസിന് അടുത്തുണ്ട് കേട്ടോ പ്രൈസ്.
ഇങ്ങനെ പ്രസ് ചെയ്ത് ഒട്ടിക്കുന്ന പോലെയാട്ടോ ഉള്ളത്. അതാവുമ്പം ഓർക്ക് തന്നെ ഒറ്റയ്ക്ക് ഇടാനും ഊരാനും ഒക്കെ പറ്റുമല്ലോ, നമ്മളെ ഹെൽപ്പ് വേണ്ടി വരില്ല. ഇത് പിന്നെ മെഹറൂന് വാങ്ങിച്ചിട്ടുള്ള ചെരുപ്പാട്ടോ, സാധാ ഹീൽസ് ഒന്നും ഇല്ലാത്ത ഫ്ലോറൽ വർക്കൊക്കെ വരുന്നതാണ്. ഈ ഒരു കളറ് വെറൈറ്റി ആയിട്ട് തോന്നി. ഈ ഒരു കളറിലൊക്കെ ഇതുവരെ വാങ്ങിച്ചിട്ടില്ലേനും കാഷ്വലായിട്ട് ഉടുപ്പിൻ്റെ കൂടെ ഇടാനും പിന്നെ എന്താ പറയുക സാധാ ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ അങ്ങനെ ഇട്ടിട്ട് പോവാമല്ലോ. അപ്പം ഇതും ഓൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ വാങ്ങിച്ചത് തന്നെ, എനിക്കും ഇഷ്ടമായി. ഇതിനും 19 ദിർഹംസോ അങ്ങനെ എന്തോ വരുന്നത്. ഇത് പിന്നെ എനിക്ക് വാങ്ങിയിട്ടുള്ള ചെരുപ്പാട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനത്തെ ചെരുപ്പ് യൂസ് ചെയ്യലില്ല. ഞാൻ അധികവും ഷൂസാണ് യൂസ് ചെയ്യാറ്. പിന്നെ ഇക്കാക്ക് ഇഷ്ടമായിട്ട് അങ്ങനെ എടുത്തോന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചു തന്നതാട്ടോ. എനിക്കും ഇഷ്ടമായിക്കുന്നത്, നല്ല കളറല്ലേ, ആ ബായിൻ്റെ കൂടെ ഇടാനും പിന്നെ പെട്ടെന്ന് അങ്ങനെ കാഷ്വലായിട്ട് പോകുമ്പോൾ ഇടാനൊക്കെ പറ്റിയിട്ടുള്ള ചെരുപ്പാണ്. ഈ ഒരു കളർ കോമ്പിനേഷൻ എനിക്കിഷ്ടമായി. ഇട്ട് നോക്കിയപ്പോഴും രസമൊക്കെ ഉണ്ട്. ഇതിന് പ്രൈസ് എത്രയാണെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ. അധികം വെയിറ്റ് ഒന്നുമില്ല, അപ്പോൾ കംഫർട്ടായിട്ട് തന്നെ ഇടാൻ പറ്റും. പിന്നെ ഞാനിതാ ഈ ഒരു ഷൂ കൂടെ വാങ്ങിച്ചിട്ടുണ്ടേനും. ഇതും എനിക്ക് കളർ ഇഷ്ടമായിട്ട് അങ്ങനെ വാങ്ങിച്ചതാട്ടോ. വെറൈറ്റി കളറല്ലേ, നമ്മൾ ഈ ജീൻസൊക്കെ ഇടുന്ന സമയത്ത്, ഈ ആങ്കിൾ ലെങ്ത് പാൻറ്റ് അങ്ങനത്തെ ഒക്കെ ഇടുന്ന സമയത്ത് ഇത് പെയർ ചെയ്താൽ നല്ല രസമുണ്ടാവും. ഇതിന് നല്ല കുറവാട്ടോ പ്രൈസ്, 10 ദിർഹംസോ 12 ദിർഹംസോ അങ്ങനെ എന്തോ വരുന്നുള്ളൂ. ഇതിന് മുന്നേ ഞാൻ ഇവിടുന്ന് ഷൂസ് വാങ്ങിച്ചിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെ, കുറേ കാലം യൂസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ക്വാളിറ്റീൻ്റെ കാര്യത്തിൽ പേടിയൊന്നുമില്ല, നല്ല ഇഷ്ടമായിട്ട് വാങ്ങിച്ചതാണ്. ഇനിയിപ്പം ഇതാ ഈ ഒരു 3 സ്പൂണ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. സാധാരണ ഞാൻ കുക്കിങ്ങിന് ആവശ്യമുള്ള സാധനങ്ങൾ ഇങ്ങനത്തെ ഷോപ്പിൽ നിന്ന് വാങ്ങലില്ല. കാരണം ക്വാളിറ്റി എത്രമാത്രം ഉണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പം ചൂടുള്ളതിലൊന്നും യൂസ് ആക്കാതെ വേണമെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം. ഇതിനിപ്പോൾ 2 ദിർഹം 3 ദിർഹമൊക്കെ വരുന്ന ഈ ഒരു സ്പൂണിന് കണ്ടിട്ട് നല്ല ക്വാളിറ്റി ഉള്ള പോലെ തന്നെയുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ ഒരു ഷോപ്പിൽ നിന്ന് ഇതുവരെ ബെഡ്ഷീറ്റ് വാങ്ങി നോക്കിയിട്ടില്ല എന്ന്. അപ്പം ഇന്നൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങി നോക്കിയതാ. അപ്പം ഇതിപ്പം ഈ ഒരു ഡബിൾ ഷീറ്റാട്ടോ, നല്ല പാക്കിങ്ങിലൊക്കെയാണ് വരുന്നത്. അപ്പം ഈ ഒരു കളറ് കണ്ടിട്ട് ഇഷ്ടമായിട്ട് അങ്ങനെ വാങ്ങിച്ചത് തന്നെയാണ്. അപ്പം ഞാനത് വിരിച്ചൊക്കെ നോക്കി, കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ. വാഷ് ചെയ്ത് നോക്കിയിട്ടില്ല. പക്ഷെ കട്ടി കുറവാണ്, അധികം കട്ടിയില്ല, കോട്ടനും അല്ല. 20 ദിർഹംസിന് എടുത്താട്ടോ ഈ ഒരു ബെഡ്ഷീറ്റിന് പ്രൈസ് വരുന്ന. 2 പില്ലോ കവേഴ്സും വരുന്നുണ്ട്. ഇതാ കണ്ടില്ലേ, വിരിച്ചിട്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. ഇനിയിപ്പോൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സ്ഥിതി എന്നറിയില്ല, കാണാൻ നല്ല രസമുണ്ട്. ഇനിയിപ്പം മക്കൾക്ക് വാങ്ങിയിട്ടുള്ള ഡ്രസ്സൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതിപ്പം അമീറിൻ്റെ നൈറ്റ് വെയറാണ്. പിന്നെ മെഹ്റയ്ക്ക് ഒരു നൈറ്റ് വെയർ എടുത്തിട്ടുണ്ട്. പിന്നെ രണ്ടാൾക്കും കട്ടിയുള്ള 2 ടീഷർട്ട്. പിന്നെ അമീറയ്ക്ക് ഇതാ ഒരു ബാബാ സൂട്ട് പോലത്തെ ഡെനിമിൻ്റെ ഒരു ഡ്രസ്സും വാങ്ങിച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു ഡെനീമിൻ്റെ ബാബാ സൂട്ട് പോലത്തെ ആ ഒരു ഡ്രസ്സ്. ചെറിയ കുട്ടികളെ ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ട് കാണാൻ നല്ല രസമല്ലേ. ഇതിപ്പം ഇതിൻ്റെ കൂടെ വൈറ്റ് കളർ ഫുൾ സ്ലീവ് ടീഷർട്ടൊക്കെ ഇട്ടാൽ നല്ല രസമുണ്ടാവും. അപ്പം ഓൾക്കിപ്പോൾ ഞാനിത് ആദ്യമായിട്ടാട്ടോ ഇങ്ങനത്തെ ഒരു ഡ്രസ്സ് വാങ്ങിച്ച് നോക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഇതാ ഈ ഒരു ടീഷർട്ടും വാങ്ങിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ഇതന്നെ ആ ഒരു ഡെനിം സ്യൂട്ടിന് വേണമെങ്കിൽ പെയർ ചെയ്യാം. ഇതും കട്ടിയുള്ള, ഞാൻ പറഞ്ഞല്ലോ വിൻ്റർ കളക്ഷനിൽ വരുന്നതാണ്. ഇതിൻ്റെ സ്ലീവ് നല്ല രസമുണ്ട് കേട്ടോ. ഇതേപോലൊരു എന്താ പറയുക, ഇങ്ങനത്തെ വർക്കൊക്കെ വന്നിട്ട് നല്ല പിങ്ക് കളറിലുള്ളതാണ്. ഇത് പിന്നെ അമീറൊക്കെ വാങ്ങിയിട്ടുള്ള നൈറ്റ് വെയർ, നല്ല കട്ടി കുറഞ്ഞിട്ടുള്ള ഒരു മാക്സി ആട്ടോ ഇത്. അപ്പം ഇതും ചെറിയ മക്കളിട്ടിട്ട് കാണുമ്പോൾ നല്ല രസമല്ലേ. ഇതാണ് മെഹറൂന് വാങ്ങിയിട്ടുള്ള ടീഷർട്ട്, ഫുൾ സ്ലീവാണ് വരുന്നത്. ലൈറ്റ് ഒരു ബ്രൗൺ കളറിൽ. ഇതിൻ്റെ മുകളിൽ ഇതേപോലത്തെ ഒരു ടെഡിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അത് കണ്ടപ്പോൾ ടോയ് ആയിട്ട് എടുക്കുക, ഞാൻ ഡ്രസ്സിൻ്റെ കൂടെ വെക്കൂല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ്. പിന്നെ ഇതാണ് മെഹറൂന് വാങ്ങിയിട്ടുള്ള നൈറ്റ് വെയർ. ഇത് ശരിക്കും നല്ല രസമുണ്ട് കേട്ടോ. നല്ല കട്ടിയുള്ള വെൽവെറ്റിൻ്റെ ക്ലോത്തൊക്കെ ആയിട്ട് ഫുൾ സ്ലീവിൽ വരുന്നതാണ്. പിന്നെ ഇതാ 2 സെറ്റ് സോക്സ് വാങ്ങിച്ചിട്ടുണ്ട്, കുട്ടികൾക്കും എനിക്കും. ഇപ്പോൾ എൻ്റെതിന് 10 ദിർഹംസ് ആട്ടോ വരുന്നത്. അതിലിപ്പം 5-6 പെയർ സോക്സ് വരുന്നുണ്ട് ഡിഫറെൻറ്റ് കളേഴ്സിൽ. മക്കളത് പിന്നെ 5 ദിർഹംസിനടുത്താണ് വരുന്നത് പ്രൈസ്. കുട്ടികളത് പിന്നെ അതിൽ 3 പെയറേ വരുന്നുള്ളൂ കേട്ടോ.
മെഹറിൻ്റെ ഈ നൈറ്റ് വെയർ ഞാനൊന്ന് ഹാങ് ചെയ്തിട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ ഇതാ നല്ല ലെങ്ത്തൊക്കെ ഉണ്ട്. ഇതിന് 20 ദിർഹംസിന് എടുത്താട്ടോ പ്രൈസ് വരുന്നത്. പിന്നെ ഇതാ ഇതേപോലെ മാർക്കേഴ്സിൻ്റെ ഒരു ബോക്സ് വാങ്ങിച്ചിട്ടുണ്ട്. അമീറയ്ക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാ. ഓളിപ്പം ഇങ്ങനെ വരയ്ക്കാനും കളർ കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചു കൊടുത്തതാ. ഒരു കളറിൽ തന്നെ അതിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് അങ്ങനെ വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ നല്ലൊരു ബോക്സിലൊക്കെ പാക്കിംഗ് ആയിട്ട്. അപ്പം നല്ലതാണല്ലോ, കുട്ടികൾക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ തന്നെ എടുത്ത് വെക്കുകയും ചെയ്യാം. ഈ ഒരു ഗ്ലാസിൻ്റെ ബോട്ടിൽ ഞാൻ വേമാട്ടിൽ നിന്ന് വാങ്ങിച്ചതല്ല കേട്ടോ, 1 to 10 ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ബോട്ടിൽ ഇങ്ങനത്തെ ഒരു ലിഡൊക്കെ ആയിട്ടാട്ടോ വരുന്നത്. ഞാനിത് വാങ്ങിച്ചത് കുട്ടികൾക്ക് യൂസ് ചെയ്യുന്ന ഓയിലുണ്ടല്ലോ തലയിൽ തേക്കുന്നത്, അത് ഒഴിച്ച് വെക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. അപ്പം ഗ്ലാസിൻ്റെ ബോട്ടിലാവുമ്പം നല്ലതാണല്ലോ. അപ്പം ഞാനിതാ ഉലുവയും നമ്മളെ കരിഞ്ജീരകയില്ലേ അതും കൂടെ ഇട്ടിട്ട് നാട്ടിൽ നിന്നും കൊണ്ടുവന്ന വെളിച്ചെണ്ണ കേട്ടോ, അതിപ്പോൾ ഇതിൽ ഒഴിച്ച് വെക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇത് വാങ്ങിച്ചത് 1 to 10 ദിർഹം ഷോപ്പിൽ നിന്നാണ്. ആ ഒരു ഷോപ്പിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുറേ നല്ല ഇങ്ങനത്തെ ഗ്ലാസ് ജാറും സ്റ്റോറേജ് ബോക്സസും ഒക്കെ കിട്ടുന്ന ഷോപ്പാണ്. അപ്പം കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം ഞാനിതാ ആ ഒരു വീഡിയോസ് കുറച്ച് ഞാൻ അന്ന് പോയപ്പോൾ എടുത്തിട്ടുള്ള വീഡിയോസ് കാണിക്കാം. ഇതിന് മുന്നേ ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഓയിൽ ഡിസ്പെൻസർ കണ്ടിട്ടും കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടെങ്കിലും എവിടുന്നാണ് വാങ്ങിച്ചത്, ഏതാണ്, ഗ്ലാസ് ആണോ പ്ലാസ്റ്റിക് ആണോ എന്നൊക്കെ. അപ്പോൾ ഇതാ ഈ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാട്ടോ. ഇങ്ങനത്തെ ഓയിൽ ഡിസ്പെൻസറിൻ്റെയും കുറേ കളക്ഷൻസ് ഉണ്ട്, നമുക്ക് ഇഷ്ടമുള്ളത് അങ്ങനെ നോക്കിയിട്ട് വാങ്ങിക്കുക. പിന്നെ ഇതാ ഗ്ലാസിൻ്റെ ജാറ്, നമുക്ക് ഈ പഞ്ചസാര, ചായപ്പൊടി അല്ലെങ്കിൽ മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനത്തെ ഒക്കെ ഇട്ട് വെക്കാൻ പറ്റിയിട്ടുള്ള ഗ്ലാസിൻ്റെ ജാറുകളാണ് ഇതൊക്കെ. പിന്നെ ഞാൻ ഈ അടുത്ത് പോയപ്പം കുറേ വെറൈറ്റി കളക്ഷൻസിലുള്ള ഇങ്ങനത്തെ ജാറുണ്ടല്ലോ, എന്താ പറയുക, നല്ല വെറൈറ്റി ആയിട്ടുള്ള ലിഡും നല്ല കാണാനൊക്കെ രസമുള്ള കുറേ കളക്ഷൻസ് അവിടെ വന്നിട്ടുണ്ട് ഇപ്പോൾ. ഈ ഒരു ഷോപ്പ് അബുദാബിയിൽ അൽമിന പോർട്ടില്ലേ അവിടെ ആട്ടോ വരുന്നത്. കോപ്പറേറ്റീവിൻ്റെ ഒക്കെ അടുത്തായിട്ട് വരും. ഇത്രയൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ള കാര്യങ്ങൾ. വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടെന്നും ഇഷ്ടമായെന്നൊക്കെ വിചാരിക്കുകയാണ്. ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. പിന്നെ ഇപ്പോൾ എനിക്ക് കുറേ കമൻറ്റ്സ് വരലുണ്ട്, ഇഷ്ടമാവലുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം എന്നെ സപ്പോർട്ട് ചെയ്ത് വീഡിയോസൊക്കെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ വ്യൂവേഴ്സിനും താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനി വേറെ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം. സീ യു സൂൺ.